ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഇന്ന് ഞാനും പില്ലും കൂടിയാണ് ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഉണ്ണിക്ക് ലീവുള്ള ദിവസമാണ്. പക്ഷേ ഈ വീക്ക് ഓൺ കോൾ ആയതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും പോകണം. അങ്ങനെ ദേ ഇപ്പോൾ ഒരു കോൾ വന്നിട്ട് പോയതാ ഉണ്ണി. അപ്പോൾ പിന്നെ സഹായത്തിന് ഞാൻ പില്ലുവിനെ വിളിച്ച്. ലീവുള്ള ദിവസമല്ലേ ഉള്ളൂ ഇങ്ങനത്തെയൊക്കെ പരീക്ഷിക്കാൻ പറ്റുക. അപ്പം ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും പിന്നെ ഒരു മട്ടൻ കറിയും. ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അത് പിന്നെ എനിക്ക് സിമ്പിളാണ്. ഞാൻ വേഗം കുക്കറിലാട്ടോ ഉണ്ടാക്കുക. പില്ലുവിന് സ്കൂളിൽ രാവിലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ശീലമാണ്. അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. ഇവിടെ ഞാൻ നെയ്യിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഒരു ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു സവാളയും കൂടി അരിഞ്ഞ്, ഒരു സവാളേൻ്റെ പകുതി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത്. ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരി എടുത്തത്. കഴുകി ഊറ്റി വെച്ചതാണ് ഇത്. അതുകൂടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണിയും എനിക്ക് എളുപ്പം ഇങ്ങനെയാണ്, കുക്കറിലാണ്. ഞാൻ പില്ലുവിനൊക്കെ ഇങ്ങനെയാണ് സ്കൂളിലേക്ക് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് പണി കഴിയും. രാവിലെ അധികം ടൈം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പിന്നെ ഈസി ഇതായിരിക്കും. ഇവിടെ 3 ഗ്ലാസ് അരിക്ക് ഞാൻ 4.5 ഗ്ലാസ് വെള്ളം എടുത്തത്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ അത്ര മതി. നമ്മുടെ നെയ്ച്ചോറ് റെഡി. ഇത് ഞാൻ അധിക നേരം അരി പുതർത്തി വെച്ചിട്ടൊന്നുമില്ല. ഒരിക്കൽ ഞാൻ ഇതുപോലെ അരി കുറച്ച് നേരം പുതർത്തി വെച്ചിട്ട് കുക്കറിൽ വെച്ചപ്പോൾ നല്ലോണം അലിഞ്ഞു പോയി. അത് ഓരോരോ അരി പോലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ മട്ടൻ ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മട്ടൻ കറി ഉണ്ടാക്കുന്നത്. ഒന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അങ്ങനെ എല്ലാ വീഡിയോസും കണ്ടിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഇത്. ഞാൻ മട്ടൻ കഴുകി വരുമ്പോഴേക്ക് അതാ നെയ്ച്ചോറിൻ്റെ വിസിൽ അടിയുന്നുണ്ടായിരുന്നു. അത് ഫുൾ പ്രഷർ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ തുറക്കാൻ പാടുള്ളൂ. ഇതാ മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി. നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. ഞാൻ ഇതിലേക്ക് എടുത്തത് ഇതാ 4 അല്ലി വെളുത്തുള്ളി, ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അത് പില്ല് ക്രഷ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. പക്ഷെ അവൻ ചെയ്തിട്ടൊന്നും അത് നല്ലപോലെ ചതഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തത് ഇതാ കുറച്ച് ചെറിയുള്ളിയും പിന്നെ 2 സവാളയും ഒരു പച്ചമുളകും. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതിനിടയ്ക്ക് ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കിയേ നമ്മുടെ നെയ്ച്ചോറിൻ്റെ. അപ്പോൾ അതേ അടിപൊളിയായിട്ടുണ്ട്. മട്ടൻ കറി ഞാനൊരു കുക്കറിൽ തന്നെയാണ് വെച്ചത്. അപ്പോൾ അതാ കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. ഇവിടുത്തെ തണുപ്പ് കാരണം വെളിച്ചെണ്ണയൊക്കെ കട്ടയായിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുക്കറിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല. അപ്പം കുറച്ച് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴേ. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതുകൂടെ ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് വലിയ ജീരകം അതുകൂടെ ഇട്ട് കൊടുത്തേ. ഇനി അതിലോട്ട് കുറച്ച് ചെറിയുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചത് അതുകൂടെ ഇട്ട് കൊടുക്കുക. ഈ ചെറിയുള്ളി ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല കേട്ടോ, കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അവസാനം താളിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും മാറ്റി വയ്ക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം വലിയുള്ളി
പച്ചമുളകും കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടത് മട്ടൻ മസാലയാണ്. അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും. അതിലേക്ക് കഴുകി വെച്ച മട്ടനൂടെ ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി ഫസ്റ്റ്. അതിപ്പോഴാണ് കണ്ടത്. അപ്പോൾ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അവസാനം കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. ഞങ്ങൾക്ക് കുറച്ച് കറി പോലെയാണ് വേണ്ടത്, അതുകൊണ്ടാട്ടോ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചത്. അങ്ങനെ അതൊരു 4 വിസിൽ വരുന്നത് വരെ വെച്ച്. ഇനി അതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചെറിയുള്ളിയൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലൂടെ ഇടുന്നുണ്ടേ. എന്നിട്ട് കുക്കർ തുറന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും സംഭവം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഉണ്ണി എത്തി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇതാണ് ഞങ്ങളെ ഡൈനിങ് ടേബിൾ. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ്, താഴെ ഇരുന്നിട്ടാണ് കഴിക്കുക. എനിക്ക് താഴെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബെഡിലിരിക്കും. ഇവിടെ ഇവരെല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ ഞങ്ങളെ വീക്കെൻഡ് ഡേ സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ ഇത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.